കാറ്റ് കൊള്ളാൻ വേണ്ടി എടുത്ത ഫാൻ പോലും വൈറ്റ് ആയി പോയി ഗൈസ്. എന്റെ ചാർജറും വൈറ്റ്. കൊല്ലത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ട്, അടൂർ ഒരു സ്റ്റുഡിയോ ഉണ്ട്. നമ്മളിപ്പോൾ അടൂരാണ് എത്തിയിരിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള വ്ളോഗ്സും കാര്യങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2-3 ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് പോകാനൊക്കെ ടൈമായി. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് പോവും. സോ അതിന് മുന്നിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാൻ ബാക്കിയുണ്ട്. സോ ഇന്ന് നമ്മളൊരു ചെറിയ ഔട്ടിങ്ങിന് പോവുകയാണ്. ഔട്ടിങ് എന്ന് വെച്ചാൽ പള്ളിയിൽ പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ സോ നമുക്ക് പോവാം. ഓക്കെ, ഡെല്ലൂസും മമ്മിയും ഒരുങ്ങിയിട്ടുണ്ട്. ഡോലു ഇന്നില്ല അല്ലേ? ഡോലുവിനെ ഇന്ന് കൊണ്ടുപോകുന്നില്ല, അവൻ വേറൊരു ട്രിപ്പിന് പോയിരിക്കുകയാണ്. എവിടെ പോവാ? നോക്കുന്നു അപ്പച്ചൻ നോക്കുന്നു. അവിടെ ഒരു അപ്പച്ചൻ നോക്കുന്നുണ്ട്. ഡെല്ലുവേ, എവിടെ പോവാനോ ഒരുങ്ങി നിൽക്കുന്നേ? ടാറ്റ പോവാനോ? എവിടെ പോവാനോ ഒരുങ്ങി നിൽക്കുന്നേ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. എവിടെയൊക്കെ പോകുന്നു അതൊക്കെ നമ്മൾ കാണിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ മമ്മിയുടെ സിസ്റ്ററും അങ്കിളും വരുന്നുണ്ട്. സോ അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് കുട്ടികളൊന്നുമില്ല, സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് തേഴ്സ്ഡേ ആണ്. സോ ഇന്നാണ് നമ്മൾ അവിടെ ചർച്ചിൽ പോകുന്നത്. എനിക്ക് തോന്നുന്നു വണ്ടി വന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരെ കയറി പള്ളിയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണിക്കാമേ. എൻ്റെ വണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ വണ്ടി വന്നു ഗൈസ്. ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോവാണ്. എല്ലാവരും ഇന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ്. വീണ്ടും എല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ്. കാറ്റ് കൊള്ളാൻ വേണ്ടി എടുത്ത ഫാൻ പോലും വൈറ്റ് ആയി പോയി ഗൈസ്. എന്റെ ചാർജറും വൈറ്റ്, എല്ലാം വൈറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വന്നത് മരുതിമൂട് പള്ളിയിലോട്ടായിരുന്നു. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ 7:30യുടെ കുർബാന ഓൾറെഡി കഴിഞ്ഞു. ഇതിപ്പോൾ 10:30 ആയിട്ടുണ്ട് സമയം. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഡെല്ലൂസ് തന്നെ ഫാനൊക്കെ പിടിച്ചുറങ്ങുകയാണ്. കണ്ടു, ആ ഫാൻ ഓണാന്നോ? തന്നെ ഫാൻ പിടിച്ച് ഉറങ്ങുകയാണ്. കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങിക്കോ. സ്റ്റുഡിയോ എത്തിയിട്ട് വിളിക്കാം. അങ്ങനെ നമ്മൾ അടൂർ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. അടൂർ സ്റ്റുഡിയോ, അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പള്ളിയുണ്ട്. ഇത് കത്തോലിക്ക പള്ളിയാണെന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റ് അടൂർ സെന്ററിൽ തന്നെയാണ്. നല്ല വലിയൊരു ആൽമരം. കൊല്ലത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ട്, അടൂർ ഒരു സ്റ്റുഡിയോ ഉണ്ട്. നമ്മളിപ്പോൾ അടൂരാണ് എത്തിയിരിക്കുന്നത്. ഗൈസ്, പള്ളി പോവാൻ മാത്രമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഈ 2 സിസ്റ്റേഴ്സ് ഏത് തുണികൾ കണ്ടാലും അതെ എനിക്ക് വേണ്ടിയല്ല, ഈ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാ. ഏത് തുണിക്കട കണ്ടാലും അപ്പം കയറണം. കൊല്ലം ജില്ലയിൽ ഇനി കയറാൻ ഒരു തുണിക്കടയും ബാക്കിയില്ല. സോ നമ്മൾ സ്റ്റുഡിയോയിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറി പോവാണ്. ആകെ കൺഫ്യൂഷനാണ് ഏതെടുക്കണമെന്ന്. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ്. ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എവിടെ പോയാലും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്നെ അട്രാക്ട് ചെയ്യുന്ന സാധനം.
899 ആണുള്ളത്. 299. 899 ആയിരുന്നു, ഇപ്പം 299 സെയില്. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്. വീണ്ടും ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഇതായിരിക്കും എടുക്കുന്നത്. നല്ലൊരു ക്രോപ്പ് ടോപ്പ്. ഇതെല്ലാം 399 സെക്ഷനാണ്. ഡ്രസ്സ് മാത്രമല്ല, ഇവിടെ നമുക്ക് വേണ്ട ഈ ഒരു ഏരിയയും ഉണ്ട്. 149. നമ്മളിപ്പോൾ മെൻ സെക്ഷനിലാണ് എത്തിയിരിക്കുന്നത്. മെൻ സെക്ഷനിലെ കളക്ഷൻസ് ഞങ്ങൾ മോന് വേണ്ടി ടീഷർട്ട് തൂക്കുവാണ്. ഗൈസ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറ് ഒന്നെങ്കിൽ ബ്ലാക്ക് ടീഷർട്ട് അല്ലെങ്കിൽ വൈറ്റ് ടീഷർട്ട്. അപ്പം ഞാൻ ബ്ലാക്ക് എടുക്കണോ വൈറ്റ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ബ്ലാക്കും വൈറ്റും കൂടെ ചേർന്ന് ഒരെണ്ണം കണ്ടത്. സോ നമ്മൾ അതങ്ങ് ഫിക്സ് ചെയ്തു. അതാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കിഡ്സ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഇന്ന് 2 കിഡ്സിനെ കൊണ്ടുവന്നിട്ടില്ല. അവർ 2 സ്കൂളിൽ പോയിരിക്കുകയാണ്. സോ അവർക്കുള്ളത് ഉറക്കമേ ഉള്ളൂ. ഉറക്കമൊക്കെ കഴിഞ്ഞു. കിഡ്സ് സെക്ഷനിലെത്തി. ദിസ് ഈസ് കിഡ്സ് സെക്ഷൻ. ഞങ്ങൾക്ക് 2 ബ്ലാക്ക് അല്ലേ എടുത്തത്. പിന്നെ ഡോലുവിനും ഒരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട്. സോ നമ്മൾ ഡെല്ലൂസിന് ഒരു കുഞ്ഞി ബ്ലാക്ക് ടീഷർട്ട് എടുത്താലും വിചാരിക്കുകയാണ്. അങ്ങനെയുണ്ട്. ഡെല്ലൂസ് ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ടോ? ഇങ്ങനെ ആക്കുമ്പോൾ സിൽവർ, ഇങ്ങനെ ആക്കുമ്പോൾ ഗോൾഡ്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ടൈം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പോൾ സ്റ്റുഡിയോയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കൊള്ളാം. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇല്ല, പക്ഷേ ഉള്ളതൊക്കെ കൊള്ളാം, സ്റ്റാൻഡേർഡാണ്. പിന്നെ ബില്ലിങ്ങിൻ്റെ അവിടെ ഒരുപാട് സമയം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് കുറച്ച് ഇറങ്ങാനായിട്ട് ലേറ്റ് ആയത്. സോ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചൂണ്ടക്കാരൻസ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഇത് സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ്. അതെ, ഡെല്ലൂസിന് ആരും ഇല കൊടുത്തില്ല. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി നാടൻ പാട്ടുകൾ അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു നല്ലൊരു ഹോംലി ഫീലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അടൂരിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒന്ന് കയറി നാടൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ സീ ഫുഡാണ് അവിടെ കൂടുതലായിട്ടും ഉള്ളത്. സോ നമ്മൾ ഫ്രൈ ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യണം. ഞങ്ങൾ നല്ല ഒരു ഊണായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. എപ്പോഴും നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ അല്ലേ വാങ്ങുന്നത്. പക്ഷേ എന്തായാലും ഒരു ബിരിയാണി പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ലൊക്കേഷൻ. കൊട്ടാരക്കര അടൂര് ഉള്ളവർക്കൊക്കെ ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം. സോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് പോവുകയാണ്. ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് മാത്രമല്ല, ഫുഡിന് തന്നെ ടേസ്റ്റും ഉണ്ട്. സൂപ്പർ സൂപ്പറാ സൂപ്പർ. അപ്പോൾ അടൂര് വഴി പോകുന്നവരൊക്കെ ചൂണ്ടക്കാരനിൽ കയറി സീ ഫുഡൊക്കെ ട്രൈ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ്. ഡ്രസ്സൊക്കെ ഊരി കാറ്റുകൊണ്ടിരിക്കുകയാണ് ഡെല്ലൂസ്. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വീട്ടിലൊക്കെ എത്തി. ഡെല്ലൂസ് ഡ്രസ്സൊക്കെ മാറി റെസ്റ്റ് ചെയ്യുകയാണ്. സോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.